ബാക്ക് ടു മൈ സോണാസ് വേൾഡ്. ഓക്കെ, നല്ല കൈയടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജേർണലിംഗ് തന്നെയാണ്. അപ്പോൾ ഞാൻ ജേർണലിൽ നിന്ന് ഇത് ഒട്ടിക്കുന്ന സാധനത്തിൻ്റെ പശ കിട്ടുമായിരുന്നു. ഇതിപ്പോൾ തന്നെ ഉണ്ട് എൻ്റെ കയ്യിൽ. ആദ്യം ഇല്ലാത്ത കളറ് ബ്രൗൺ എനിക്ക് എല്ലാം തോന്നില്ല. എല്ലാം എനിക്ക് ആവശ്യത്തിനുണ്ട്. പർപ്പിൾ ആവശ്യത്തിനുണ്ട്, പിങ്ക് ആവശ്യത്തിനുണ്ട്, ബ്ലൂ കുഴപ്പമില്ലാതുള്ളൂ. എനിക്ക് ഗ്രീൻ കിട്ടിയിട്ടില്ല. ഗ്രീൻ ഒരെണ്ണം പോലും ഇടണമെങ്കിൽ പിന്നെ ഈ യെല്ലോയുടെ ഇടയിൽ ഗ്രീൻ കയറിയിട്ടുണ്ടാവില്ലേ. ഫോർ എക്സാമ്പിൾ ഈ ലീവ്സൊക്കെ മാതിരി ഞാൻ ഇതിൽ കുറച്ച് ഒട്ടിച്ചുണ്ട്. ഇത് ലീവ്സിൻ്റെ ഒക്കെ ഉണ്ടാവും. ഇത് റെയിൻബോണിൻ്റെ ഒട്ടിച്ചിരുന്നത് ഇവിടെ ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു പൂവ് ഇവിടെ ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഇട്ടൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്, ഇവിടെ ഇട്ടൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഞാൻ വേറെ ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്കൊരു ടിഷ്യൂ കിട്ടി. അപ്പോൾ ടിഷ്യൂ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ടിഷ്യൂ നമുക്ക് തുറക്കാൻ പറ്റുന്നത്, തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ലെറ്റർമാർ അങ്ങനെ ഇതിലൊക്കെ ചെയ്യാൻ ജോലി തന്നെ ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ ഒരു ഒക്ടോബറിൽ ഇപ്പോൾ ഐ തിങ്ക് ദാറ്റ് നൗ ഇറ്റ്സ് ഒക്ടോബർ. ഓക്കെ, ഒക്ടോബറാണ്. അപ്പോൾ നമുക്ക് ഒക്ടോബറിന് പറ്റിയൊരു തീമിലാണ് ജേർണൽ ചെയ്യാൻ പോകുന്നത്. ഒക്ടോബർ തീമാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത് പർപ്പിളാണ്. പിന്നെ പർപ്പിളും കൂടിയാണ് ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. പർപ്പിൾ ഒക്ടോബർ തീംഡ് ജേർണൽ. ഇത് കണ്ടിട്ട് എനിക്ക് ജേർണൽ ചെയ്യാൻ പുറത്തുണ്ട്. എനിക്ക് എക്സാമാണ്, ബട്ട് ഐ ഗോയിങ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് വേണം എനിക്ക്. പിന്നെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നല്ലേ ഞാൻ എന്തെന്നാ ഒരു ഗുഡ് ലക്ക് എന്നൊക്കെ പറഞ്ഞ് വെറുതെ വീഡിയോ ഇട്ട്. അപ്പോൾ എനിക്ക് അതിൽ കമൻറ്റ് വന്നു, ക്യാൻ യു ഷെയർ യുവർ തിക്ക് ഹെയർ സീക്രറ്റ് ഇൻ എ ലോങ് വീഡിയോ. സത്യം പറഞ്ഞാൽ എൻ്റെ തിക്ക് ഹെയർ നല്ല സിൽക്ക് ഹെയറാണ്. ഞാനപ്പോൾ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ട്. അത് ഒരു ടൈപ്പ് ഓയിലാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ വിടും. ഉറപ്പില്ലെന്ന് വിടുമെന്ന്, എന്നാലും ഞാൻ ഇവിടെ ശ്രമിക്കും. അപ്പം നമ്മൾ ജേർണൽ ചെയ്യാം. വേറെ ഞാൻ പ്രത്യേകിച്ച് മുടിയിൽ ഉപയോഗിക്കില്ല. മെഡിമിക്സിൽ ഷാമ്പൂ ഇട്ടാണ് കഴുകാറ്. അങ്ങനെ ഞാൻ ഒത്തിരി ചെയ്യാറില്ല. നമുക്ക് ഇതാണ് ഞാൻ 3 ഇത് ഞാൻ ജേർണലിന് കൂട്ടുണ്ട് ഗൈസ്, ഒരു മെമ്മറി ആണല്ലോ. അപ്പം 3, 4, 5, 6. 6ാമത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല. 6ാമത്തെ കോളാക്കിയാണ് ഞാൻ ചെയ്തേക്കുന്നത്. സ്കൂൾ ഡേയ്സ് ആർ മെമ്മറബിൾ എന്ന് എഴുതിയേക്കണം. സ്കൂൾ ഡേയ്സ് ആർ മെമ്മറബിൾ. 2 കവാസിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ക്യാക്ടസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ടൈപ്പ് ക്രീം മാത്രമേ ഉള്ളൂ ഗൈസ്, ഇങ്ങനത്തെ ഉള്ളൂ. പക്ഷേ അത് ഷീറ്റായിട്ടില്ലുണ്ടത് ഇടയിൽ നിന്ന് കിട്ടത്ത അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് കവാസിക്കർ ചെയ്തത് കോണായി പോയിട്ടുണ്ട്. ഒരു സങ്കടം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേറൊരു നല്ലൊരു ജേർണൽ ഒക്ടോബർ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ജേർണൽ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പേജ് ഇങ്ങനെ വിടും. 1-2 പേജ് ഞാൻ വിടും. പക്ഷേ ഇങ്ങനെ ബാക്ക് ചെറിയ പരന്നിട്ടുണ്ടായിരുന്നു. അതൊരു പേജ് വിട്ടിട്ട് ഞാൻ ചെയ്യാം. ഇനിയിപ്പോൾ വീണ്ടും പാക്കിലേക്ക് പെടുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നല്ല നീറ്റ് പേജ് ഇട്ടാണ് അത്രയും വരെ ഞാൻ മറിച്ചുകൊണ്ടിരിക്കും. ടിഷ്യൂ കീറാതെ സൂക്ഷിക്കണം. ബാക്കിൽ കീറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ തീം പറയുന്നത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഒരു ടിഷ്യൂടെ ഈ ഇങ്ങനെ തുറക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ തുറന്നിട്ടുള്ള ഭാഗം ഇതിങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പം നമുക്കിത് ഇങ്ങനെ തുറക്കാം. ഈ ഫാനിട്ടേക്ക് കൊണ്ട് പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ തുറന്നു കൊടുക്കാം. ഇങ്ങനെ തുറന്നെടുത്ത് നമുക്ക് വായിക്കാം. പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് നമുക്ക് ഇതിൽ എഴുതാം. അങ്ങനെ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തന്നെ ഒട്ടിച്ചെടുക്കണം. ഞാൻ സിസേഴ്സൊന്നും ജസ്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല.
ഞാൻ എന്താ ബ്ലൂ ഒന്ന് താഴത്തേക്ക് വരട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ കവായ് സ്റ്റിക്കർ ഒരു ഷീറ്റ് നമുക്ക് എടുത്ത് വെക്കാത്തവിടെ ആ ഷീറ്റ് പർപ്പിളാണ് എടുക്കുന്നത്. ഇത് പറന്ന് കളിക്കില്ലേ. ഞാനങ്ങനെ കവായ് സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചു ഷീറ്റിനടുത്തുണ്ട് കേട്ടോ. ഇതിലുണ്ടൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിക്കറാണ് തോന്നും, പക്ഷെ അത് പറിച്ചാൽ കിട്ടില്ല ഗൈസ്. അങ്ങനെയുണ്ട്. ഇത് ഇപ്പോൾ ഇവിടെ സ്റ്റാർ ഉണ്ടാകുക, ഇവിടെ സ്റ്റാറുകൾ കണ്ട ഞാൻ കുറേ എടുക്കാൻ പറ്റുന്നു, പക്ഷെ കിട്ടുന്നില്ല. അങ്ങനെ കുറേ ടൈപ്പ് കിട്ടും ഗൈസ്. പക്ഷെ ചിലരൊക്കെ കിട്ടുകയും ചെയ്യും. എടുത്തിട്ടുണ്ട് വേറെ സ്റ്റാർ. ചിലർക്ക് ഒട്ടിച്ച് കൊടുക്കണം. നമുക്ക് ഓയിലി ആയതുകൊണ്ട് ഫേസ് ചില ടൈമിൽ ഓയിലി ഉണ്ട് ഫേസ്. അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചെടുത്തിട്ട് ബ്ലൂ താഴത്തേക്ക് എത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഞാൻ നീറ്റായിട്ട് സ്ഥലം ഫ്രണ്ടിലാക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് ലാഗായി തോന്നുന്നു എനിക്കറിയാം. മൊത്തത്തിൽ എൻ്റെ വോയിസ് ഇപ്പോൾ ഭയങ്കര ലോ അല്ല ഗൈസ്. കേൾക്കുന്ന വോയിസ് മര്യാദക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു മൈക്ക് വാങ്ങിക്കാൻ പോകുന്നു ഗൈസ്. ഞാൻ ഈ കാശ് ഇങ്ങനെ കൊടുക്കുന്നത് നാഷണൽ റിച്ചൊന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടി സൗണ്ടൊന്നും കേട്ടില്ലെങ്കിൽ ബോറാവൂലേ. സൗണ്ട് ഭയങ്കര കുറവാണ്. ഭയങ്കര ഉച്ചൊക്കെ പറയണമെങ്കിൽ സൗണ്ട് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഉണ്ട് ഗൈസ്. ഈ മൈക്ക് ഓർഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എനിക്ക് ഇത് കിട്ടിയിട്ട് വീഡിയോ എടുക്കാമെന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഓക്കെ, ഇതാ അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർ ഇവിടെ ഇട്ടൊക്കെ കൊടുക്കാം. വേറെ ഒന്നും ചെയ്ത് കൊടുക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ കവായ് സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റിക്കേഴ്സ് എടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവാതെ ശ്രമിക്കണം. ഞാൻ ഇപ്പോൾ സ്റ്റാറാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. സ്റ്റാർ ഇതായിരിക്കണം. സ്റ്റാർ കിട്ടല്ലേ. സ്റ്റാർ അങ്ങനത്തെ നിന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റാർ എടുക്കാം. ഓക്കെ, അടുത്ത സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് ഇങ്ങനെ സ്റ്റാർ എടുത്തിട്ട് ഇങ്ങനെ കീറിപ്പോയല്ലേ. അപ്പോൾ ഈ സ്റ്റാർ കീറിപ്പോയത് ഉപയോഗിക്കാനായിട്ട് ഒരു ടൂത്ത്പിക്കല്ലേ, ഈ ചോപ്സ്റ്റിക്ക് അതിരിക്കുന്ന സ്റ്റീലിൻ്റെ സാധനം ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാൻ ഞാൻ വിചാരിക്കുന്നത്. വേറെ പർപ്പിൾ സ്റ്റാർ ഇത് പർപ്പിൾ സ്റ്റാർ മാത്രം മര്യാദക്ക് എനിക്കൊന്ന് കിട്ടി. ബട്ട് റിയലി ഐ വാസ് സോ സാഡ് ബിക്കോസ് എനിക്കൊക്കെ ഇതുണ്ടായില്ല. ഈ സാധനം എന്തെങ്കിലും ഉണ്ടായില്ലായിരുന്നു, കവായ് സ്റ്റിക്കർ. പിന്നെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് ഇത് വാങ്ങിച്ചത്. ഞാൻ കുറേ നാളെ ഇത് ഓർഡർ ചെയ്തിട്ട്, പക്ഷേ മീഷോന്ന് വരാൻ ടൈം എടുത്തു. ഇത് എന്തോ അഹമ്മദാബാദ് മുംബൈയിൽ എന്തോ വന്നത്, അതിനനുസരിച്ച് ടൈം എടുത്തു. നമുക്ക് നല്ല ഭംഗിയുണ്ട് കൊച്ചിന് മുകളിലൊക്കെ. പിന്നെ ഭയങ്കര സങ്കടമുണ്ട് ഇത് ഉപയോഗിക്കണമെങ്കിൽ. ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കിഷ്ടം. ഇത് ഉപയോഗിക്കാൻ ഒരു മനസ്സൊന്നുമല്ല ഗൈസ്. ഈ കൊച്ചിനായിട്ട് നമ്മൾ എടുത്തേക്കണം. എൻ്റെ ഉണ്ടൊക്കെ ലൈറ്റ് കളേഴ്സാണ്, ഡാർക്ക് കളർ എൻ്റെ കയ്യിലുള്ളത്.
കാണിച്ചിട്ടാട്ടോ നമുക്ക് ഒട്ടിച്ചേരുന്നത്. എന്നിട്ട് CU റീഡ് അല്ലെങ്കിൽ റീഡ് എന്ന അടിയിൽ എഴുതി കൊടുക്കുന്നുള്ള ഭംഗിക്ക് പർപ്പിൾ കളർ കൊണ്ട്. ഇതെങ്ങനെയുണ്ടോ? നല്ല ഭംഗിയില്ലത് കണ്ടിട്ടില്ലാണ്, നല്ല ഭംഗിയുണ്ട്. ബട്ട് തീർന്നു കിട്ടുന്നത്. ബാഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കായിരുന്നു. അപ്പം ഞാൻ ഈ പേജ് കഴിഞ്ഞു. അപ്പം എനിക്കൊന്നും ഇത് പറക്കാതിരിക്കാൻ കിട്ടിയില്ല. അപ്പോൾ ഇയർബഡിന് സാധനം വെച്ചു. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു ലീഫ് കിട്ടിയിട്ട് ഒരു മിനിറ്റ് പോസ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ എൻ്റെ മദറിനെ വിളിക്കാൻ പോയതായിരുന്നു. എൻ്റെ ഇതിൽ എൻ്റെ ഒരു ബോ ഉണ്ട്, യെല്ലോ കളർ ബോ സ്റ്റാർസ് കണ്ടിട്ടില്ല. പിന്നെ വിചാരിച്ചു എനിക്ക് വേറൊരു കൊച്ചിന് ഇവിടെ ഒക്ടോബറിന് എഴുതി കൊടുക്കാം. അപ്പോൾ ഒക്ടോബറിന് എഴുതാനായിട്ട് ഇവിടെ കുറച്ച് സ്ഥലം വിടാം. എൻ്റെ അടിയിൽ തന്നെ ഇട്ട് ഒരു കൊച്ച്, നല്ല ഭംഗിയുള്ള കൊച്ചാണ്. കീറാൻ സൂക്ഷിക്കണം കേട്ടോ. ഇതിനുള്ള പറഞ്ഞിട്ട് കണ്ടെങ്കിൽ ലൈറ്റ് കളേഴ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. അതുകൊണ്ട് ഈ കൊച്ച് വേറെ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിലാ ഒക്കെ കയ്യിലൊന്നും വെച്ചു കൊടുക്കാം. ഈ തലയിൽ നമുക്കൊരു യെല്ലോ പോ വെച്ചെടുക്കാം കേട്ടോ. ഒരു യെല്ലോ പോയിട്ട് എന്താണ് നല്ല ക്യൂട്ടായിട്ടില്ലേ. കിടുക നല്ല വീട് എന്താ വെച്ചിട്ട് നേരിട്ടാണ് എനിക്ക് നല്ല വശം. നമുക്ക് അടുത്ത് വീട്ട് വേറെ കൊച്ച് ഹായ് നെയ്യോ എന്ന് കാണിക്കത് ഒട്ടിച്ച് കൊടുക്കാം. ഹായ് നെയ്യ കൊച്ച് കീറത്തിട്ട് എനിക്ക് തോന്നുന്നു കീറാൻ സാധ്യത കൂടുതലാണ്. ഇവരുടെ ഷേപ്പ് അതേമാതിരിയാണ്. കീറില്ല കേസ്, വേഗത്തിൽ കീറില്ല. അശ്വനാനോ അപ്പം അശ്വനാനോ കുട്ടീനോട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അവിടെ അടുത്ത് നീട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ അശ്വനാനോനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഹേർട്ടിൻ്റെ സാധനങ്ങളുണ്ട്. പക്ഷേ എനിക്കിത് ഉപയോഗിക്കാൻ തോന്നുന്നില്ല, ഒട്ടും തോന്നുന്നില്ല. പിന്നെ ഇത് വെറുതെ ഒന്ന് വാങ്ങിച്ച് ചീത്തയൊക്കെ കളയുന്നു. പിന്നെ ഇങ്ങനൊരു സാധനം ഞാൻ അവരുടെ രണ്ടുപേരുടെയും നടുക്കായിട്ട് ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഫിംഗർ പ്രിൻ്റ് വരാതെ സൂക്ഷിക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ ഇത് സാധിക്കുന്നത് നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോ ഇന്ന കാടി എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. പിന്നെ ഒരു കൊച്ചതിലിരുന്നോട്ട് കേട്ടോ. വേറൊരു കൊച്ചുകൂടി ബാക്കിയുള്ളൂ. അതെ, ഈ ഒരു കൊച്ചുകൂടി ബാക്കിയുള്ളൂ, വേറെ ഇല്ല. പിന്നെ ബാഗ് ഇങ്ങനെ അതിൽ കാണുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ബാഗ് എന്തെങ്കിലും കൊടുക്കാമായിരുന്നു. ഒരു പൂ കണ്ടിട്ട് ഇതേ ഈ പൂ ഞാൻ അവിടെ സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പക്ഷെ ഒരു ഗാർഡൻ തീമാണ് ഞാൻ അടിയിൽ വിചാരിച്ചത്. വേറെ മോഡ് എനിക്ക് കിട്ടിയിട്ട് അതും കൂടി ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ ശേഷം വേണോട്ടോ കേസ് എനിക്ക് പോയി പഠിക്കാൻ. Because this is my exam days now. Wow.
ഞാൻ വിചാരിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 തലയിലും കൂടി പോയിച്ചെടുക്കാം. മറ്റൊരു തലയിൽ ഭംഗി ഉണ്ടാവും. മറ്റോട്ട് തലയിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നോക്കാൻ നമ്മുടെ കവാസിക്കേഴ്സ് നല്ല എടുത്ത് നോക്കാം കേട്ടോ. കവാസിക്കേഴ്സ് എൻ്റെ പകുതി തീർന്നു പേസ്റ്റ് വാങ്ങിയൊക്കെ തീർക്കേണ്ടത്. അപ്പോൾ നമുക്കത് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. അല്ല ബാഗ് തിന്നുണ്ടെങ്കിൽ നമുക്ക് കൊച്ചുങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഹാവ് ബാഗ്സ് തിങ്സ്. പിന്നെ ഇത് ഫുള്ള് പുറത്തേക്ക് എടുക്കണം. ബാഗ് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ. നമുക്ക് റൈറ്റിങ്സ് എഴുതണം. എനിക്ക് നാളെ കേട്ടിട്ട് നോക്കണം. ഓക്കെ, കേട്ടിട്ട് നമുക്ക് വൈസ്കേഴ്സ് ഒടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് റൈറ്റിങ്സ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പൗസ് എടുത്തിട്ട് തരാം കേട്ടോ. ഓക്കെ ഗൈസ്, ഇത് കണ്ടപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണാമല്ലേ ഇതാണ്. ഇതിനായിട്ടൊക്കെ സ്കെച്ച് ഈ തുറന്ന് കിട്ടാൻ ഭയങ്കര പാടാണ്. ഈ തുറന്നത് ഇതൊന്നും കണ്ടിട്ട് ഫോൺ ഇഷ്ടപ്പെട്ടില്ല. ഇതാക്കിയതാണെങ്കിൽ കുറേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പോയിട്ട് പേർപ്പിൾ എടുക്കട്ടെ. I'm doing only purple theme to this one and October. എനിക്ക് ഏപ്രിൽ വേണമെന്ന് ഉണ്ടായിരുന്നതാണ്. ബട്ട് ഐ എം നോട്ട് ഡൂയിങ് ഏപ്രിൽ നൗ. പക്ഷേ ഏപ്രിൽ മാസം അല്ലല്ലോ. എന്ന് വെച്ചാൽ ഈ ഏപ്രിൽ വിചാരിച്ചെന്താ എൻ്റെ ബർത്ത്ഡേ ഏപ്രിലാണ്. നമുക്ക് ഒക്ടോബറിന് എഴുതി കൊടുത്തിട്ട് ഗൈസ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മതി. ഫുള്ള് കുളവാതാണ് ഉണ്ടായിരുന്നു. ഒക്ടോബർ പിന്നെ റീഡ് ഓർ റൈറ്റ്. സ്പ്രെഡായി 2 കൊടുത്തു. നമുക്ക് വിരൽ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. എന്തൊരു കഷ്ടപ്പാട് ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ആ കഷ്ടപ്പാട് ഞാൻ വെറുതെ കേൾക്കുന്നു ഗൈസ്. ചെന്നൈ ഇതിലാവട്ടെ ചെയ്താൽ പോരെ, ഭംഗി കിട്ടിയാൽ പോരെ. എൻ്റെ ഈ ഫൈനലി കംപ്ലീറ്റ് മൈ ജോയിൻ വിത്ത് ഒക്ടോബർ തീം. ഞാൻ നോക്കിയിട്ട് നല്ല ഐ ആം ഗോയിങ് ടു ഷോ യു. നിങ്ങൾക്ക് ഡോക്ടറുടെ ഇങ്ങോട്ടൊക്കെ തലേന്നെ കാണില്ലെങ്കിൽ കുഴപ്പമില്ല. മിന്നി നമ്മൾ ക്രിസ്ത്യൻ ഇറങ്ങിയില്ലേ, ഇതിനെന്താ നല്ല ഭംഗിയുണ്ട്. ഇത് ഏറ്റവും നല്ല ഇഷ്ടം. And my long videos are getting more views now. Thank you for your views, supporting me. Support me again and again. എനിക്കിപ്പോൾ 57 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എനിക്ക് നല്ല കമൻസ് ഒക്കെ വന്നു തുടങ്ങി. ഐ ആം സോ ഹാപ്പി. So bye guys. See you in next video. ചൂട് പിന്നെ
യെസ്, ഞാൻ ഇന്ന് എൻ്റെ ഹെയറിൻ്റെ വീഡിയോ ഇപ്പോൾ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. ബട്ട് ആ ഒരു ഓയിൽ ഉണ്ടാക്കുന്നത് മാത്രം എൻ്റെ കയ്യിലില്ല. അത് ഞാൻ ഓയിൽ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിക്കുകയുള്ളൂ. അപ്പോൾ അത് ഞാൻ കാണിച്ചിരിക്കുന്നത്. സീ ബൈ സൈനിങ് ഓഫ് ഫ്രം ഹിസാന.